ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് Realme GT 2 Proനെ കുറിച്ചാണ്. Realme GT 2 Pro നമ്മൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ വളരെയധികം വെയിറ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയം തന്നെ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നമ്മൾ ഫോണിൻ്റെ ബോക്സിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ബോക്സ് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. Realme GT Pro എന്ന് നല്ലൊരു രീതിയിൽ തന്നെ അവിടെ അവർ കൊടുത്തിട്ടുണ്ട്. ബോക്സിൻ്റെ ഫ്രണ്ടിലേക്ക് അവർ Realme GT 2 Pro നല്ലൊരു രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിന് കൊടുക്കാൻ പറ്റിയ നല്ല ഒരു ബോക്സ് തന്നെയാണ് ഫോണിന് കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ ഫോണിൻ്റെ ഡിസൈനിലേക്ക് വരുവാണെങ്കിൽ 8.2 mm തിക്കാണ് ഈ ഒരു ഫോണുള്ളത്. അത് വളരെ കുറവാണ്. ബാക്കിയുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണുകളെ അപേക്ഷിച്ച് വളരെ കുറവാണ് 8.2 mm തിക്കെന്ന് പറയുന്നത്. അതേപോലെ തന്നെ 159 ഗ്രാമാണ് ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതും കുറവാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ പേപ്പർ കൊണ്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇത് ഉണ്ടാക്കാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഫോൺ നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആണെന്ന് പറയാം. ഇനി നമ്മൾ ഫോണിന്റെ ഡിസ്പ്ലേക്ക് വരുവാണെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് എന്ന് പറയാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് കൊടുത്തിരിക്കുന്നത്. 6.7 ഇഞ്ച് 2K റെസൊല്യൂഷൻ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിലുള്ളത്. അത് മാത്രമല്ല സാംസങ്ങിന്റെ LTPO ഡിസ്പ്ലേ കൂടിയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലെ റിഫ്രഷ് റേറ്റ് 1Hz മുതൽ 120 Hz വരെ നമുക്കിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ 1400 നിറ്റ്സ് ആണ് ഈ ഒരു ഫോണിന്റെ ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ ഗൊറില്ല ഗ്ലാസ് ടോപ്പ് പ്രൊട്ടക്ഷനും ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫോണിന്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ Qualcomm Snapdragon 8 Gen 1 64 ബിറ്റിന്റെ ഒരു പ്രൊസസ്സറാണ് ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഗ്രാഫിക്സിനായി Adreno 730 എന്ന് പറയുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ഗ്രാഫിക്സ് തന്നെയാണ് ഫോണിൽ കൊടുത്തിരിക്കുന്നത്. UI നോക്കുവാണെങ്കിൽ ആൻഡ്രോയിഡ് 12 നിലവിലുള്ള ആൻഡ്രോയിഡ് 12 Realme UI 3.0 ആണ് ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഫോണിന്റെ ക്യാമറയിലേക്ക് വരുവാണെങ്കിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഫോണിന് കൊടുത്തിരിക്കുന്നത്. എന്നാലും അതിൽ ഒരുപാട് എക്സ്ട്രാ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഒരു 50 മെഗാ പിക്സലിന്റെ ക്യാമാണ് പ്രൈമറി ആയിട്ട് വരുന്നത്. അത് സോണിയുടെ IMX 760 സെൻസറാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 50 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ക്യാമും ഫോണിൽ വരുന്നുണ്ട്. കൂടാതെ 3 മെഗാ പിക്സലിന്റെ ഒരു മൈക്രോ ക്യാമും ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഫോണിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാം ഒരു 32 മെഗാ പിക്സലിന്റെ സിംഗിൾ പഞ്ച് ഹോൾ ക്യാമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഫോണിന്റെ ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 5000 mAh ഒരു ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ മറ്റ് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൽ 4500 4000 എന്തുവായാലും 5000-ൽ താഴെയാണ് ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 5000 mAh വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നും ഈ ഒരു ഫോണിൽ. കൂടാതെ 65 വോൾട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നുന്നത് വയർലെസ് ചാർജിങ് ഈ ഒരു ഫോണിൽ സപ്പോർട്ടിംഗ് അല്ല എന്നുള്ളതാണ്. ഈ ഒരു ഫോണിൽ എക്സ്ട്രാ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് 360 ഡിഗ്രി NFC എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഫോണിൽ. അതേപോലെ തന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഒരു ഫോണിലുണ്ട്. ഫിംഗർ പ്രിന്റ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിന്റെ പോരായ്മ എന്ന് പറയുന്നത് 3.5 mm ഹെഡ്ഫോൺ ജാക്ക് ഈ ഒരു ഫോണിൽ സപ്പോർട്ട് അല്ല. പിന്നീട് നമ്മൾ ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുവാണെങ്കിൽ 40,000 രൂപയാണ് ഇന്ത്യൻ പ്രൈസ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ Realme GT 2 ആണെങ്കിൽ ഒരു 35,000 രൂപയായിരിക്കും ഇന്ത്യൻ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.